പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിയോളജിയ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും പഠിക്കുന്നത് സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ്. വിശിഷ്യ 39-ാം സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുക. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ദൈവശാസ്ത്രം, അവയുടെ കാലിക പ്രസക്തി, ഇവയെല്ലാം നമ്മൾ പഠനവിധേയമാക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ആമുഖ ചിന്തകൾ, സങ്കീർത്തനങ്ങളുടെ വർഗീകരണങ്ങൾ, സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര പ്രമേയങ്ങൾ, സങ്കീർത്തനങ്ങളുടെ പ്രാധാന്യം, ഇവയൊക്കെ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞ വസ്തുതയാണ്. ഏതാനും ഉദാഹരണങ്ങളും നമ്മൾ ഇതിനോടകം സങ്കീർത്തനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കിയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ സങ്കീർത്തനം നമുക്കറിയാം, സങ്കീർത്തനങ്ങളുടെ ആദ്യ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്നുള്ളതാണ്. സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിവുള്ള വസ്തുതയാണ്. 1 മുതൽ 40 വരെ സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങളിലെ ആദ്യ പുസ്തകമായി പരിഗണിക്കപ്പെടുന്നു. 1 മുതൽ 40 വരെയുള്ള 41-ാം സങ്കീർത്തനം വരെയും 1-ാം പുസ്തകമാണ്. മോശ 5 ഗ്രന്ഥങ്ങൾ എഴുതിയതുപോലെ ദാവീദ് 5 ഗ്രന്ഥങ്ങൾ എഴുതി എന്നുള്ളതൊരു യഹൂദ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റേതാണ് ഈ സങ്കീർത്തനങ്ങൾ എന്നുള്ള വിശ്വാസത്തിൽ പറയുന്നത്. മോശ 5 ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥിയായി നൽകിയെങ്കിൽ ദാവീദ് 5 പുസ്തകങ്ങൾ ഗാനരൂപത്തിൽ നൽകി. അതാണ് 5 സങ്കീർത്തന പുസ്തകങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. 1 മുതൽ 41 വരെയുള്ളവ 1-ാം പുസ്തകമാണെങ്കിൽ 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് 2-ാം പുസ്തകമായി പരിഗണിക്കപ്പെടുക. 73 മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് 3-ാം പുസ്തകം. 4-ാം പുസ്തകമാകട്ടെ 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങൾ. 107 മുതൽ അവസാനം വരെ 150-ാം സങ്കീർത്തനം വരെയുള്ളതാണ് 5-ാം പുസ്തകം. ഇങ്ങനെ 5 പുസ്തകങ്ങളുണ്ട്. അതിലെ ആദ്യ പുസ്തകമാണ് 1 മുതൽ 41 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങളിലെ അവസാന സങ്കീർത്തനങ്ങളിൽ പെട്ടതാണ് 39-ാം സങ്കീർത്തനം എന്ന് നമുക്കറിയാം. ഈ 39-ാം സങ്കീർത്തനം ഏത് വിഭാഗത്തിലാണ്? ഇത് സ്തുതിപ്പിൻ്റെ സങ്കീർത്തനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കൃതജ്ഞതാസ്തോത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ശത്രുവിൻ്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. മറിച്ച് ഈ സങ്കീർത്തനം ഏത് വിഭാഗത്തിൽ പെടും എന്ന് ചോദിച്ചാൽ ഒരു നിയതമായൊരു വിഭാഗത്തിൽ പെടുത്താൻ പറ്റുമോ എന്ന് സംശയമാണ്. പക്ഷേ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ഇതിൽ ആവർത്തിച്ച് പരാമർശിക്കുന്നതിനാൽ ഈ സങ്കീർത്തനത്തെ ഒരു വിജ്ഞാന സങ്കീർത്തനമായി പരിഗണിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ജീവിതം ക്ഷണികമാണ്, അതുകൊണ്ട് മനുഷ്യൻ കരുതലോടെ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുത. അതുപോലെ തന്നെ ഇതിനെ ഒരു വിലാപ സങ്കീർത്തനമായി ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം ഈ സങ്കീർത്തനത്തിൽ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടു, അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്നുപോയി, അവിടുന്ന് എത്ര നാൾ എന്നെ മറന്നിരിക്കും, അവിടുന്ന് എന്നെ ശിക്ഷിച്ചു, ഞാൻ തകർന്നേ നശിച്ചേ എന്നുള്ള വിലാപങ്ങൾ ഇതിനകത്ത് ആവർത്തിച്ച് വരുന്നതിനാൽ ഈ സങ്കീർത്തനത്തെ ഒരു വിലാപ സങ്കീർത്തനമായി വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ഈ 2 ആശയങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഇടകലർന്നു നിൽക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള താത്വിക വിചിന്തനം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചുള്ള വിലാപങ്ങൾ, ഇവ രണ്ടും കൂടി ചേരുന്ന ഒരു സങ്കീർത്തനമാണ് 39-ാമത്തെ സങ്കീർത്തനം. അതുകൊണ്ടാണ് ഈ 39-ാം സങ്കീർത്തനത്തെ നമ്മൾ പഠനവിധേയമാക്കുന്നത്. നമ്മൾ ഇതുവരെയും പഠിച്ച സങ്കീർത്തനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു നിശ്ചിത വിഭാഗത്തിൽ കൃത്യമായി ഉൾപ്പെടുത്താവുന്ന സങ്കീർത്തനങ്ങളായിരുന്നു. ഈ സങ്കീർത്തനം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ വിവിധ ആശയങ്ങൾ മാറി മാറി പ്രതിഫലിക്കുന്നു
എന്നുള്ളത് കൊണ്ടാണ് ഈ സങ്കീർത്തനത്തെ നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന പ്രമേയം, ഇതിൻ്റെ ശീർഷകം വായിച്ചാൽ മനസ്സിലാകും. ഗായക സംഘ നേതാവിന് യദൂഥൂന്, ദാവീദിൻ്റെ സങ്കീർത്തനം. യദൂഥൂൻ എന്നിവിടെ പറഞ്ഞത് ഗായക സംഘ നേതാവിൻ്റെ പേരായിരിക്കും. ദേവാലയത്തിലെ ഗായക സംഘ നേതാക്കളിൽ ഒരാളുടെ പേരാകാം അത്. ഏതാണെങ്കിലും അപ്രകാരം ഒരു പേര് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിലോ അങ്ങനെ ആരാധനാക്രമ വിവരണങ്ങൾ നൽകുന്ന വചനഭാഗങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു പേര് കാണുന്നില്ല. ഏതാണെങ്കിലും ഇദ്ദേഹം ഒരു പിൽക്കാല സംഗീതജ്ഞനാകാനാണ് സാധ്യത. യദൂഥൂൻ എന്ന് പറയുന്ന ഈ വ്യക്തി ആര് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഈ വ്യക്തി ഈ സങ്കീർത്തനം എഴുതിയെന്നാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട സങ്കീർത്തനമാണ് എന്നാകാം. അതല്ല എങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ സംഗീതം ഈ ഗായക സംഘ നേതാവിൻ്റേതാണ് എന്നാകാം. ഏതാണെങ്കിലും ഈ സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. സങ്കീർത്തനം ആരംഭിക്കുന്നത് നാവിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ ആത്മീയതയുടെ ആദ്യത്തെ പാഠം നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെ. യാക്കോബിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ നാവിൻ്റെ ദുരുപയോഗം സൃഷ്ടിക്കുന്ന ഭയാനകമായ ദുരന്തത്തെക്കുറിച്ച് യാക്കോബ് സംസാരിക്കുന്നത് നാം പഠന വിധേയമാക്കിയത്. സമാനമായൊരു ദർശനം. പക്ഷെ ഇവിടെ എന്തിനാണ് ഈ മനുഷ്യൻ നാവിനെ നിയന്ത്രിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിൻ്റെ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 3 വരെ വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം. 3 മുതൽ അല്ലെങ്കിൽ 4 മുതൽ 11 വരെ വാക്യങ്ങളാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം. അവിടെയാണ് താത്വിക ദർശനമുള്ളത്. 12 മുതൽ അവസാനം വരെ 12, 13 വാക്യങ്ങളാണ് ഇതിൻ്റെ മൂന്നാം ഭാഗം. ഈ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ ഈ സങ്കീർത്തനത്തെ സമീപിക്കുക. അതിൽ 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നത്, ഞാൻ നാളിതുവരെ മിണ്ടാണ്ടിരുന്നു, എന്നാൽ എനിക്കിനി മിണ്ടാതിരിക്കാൻ വയ്യേ. ഇതാണ് ഈ ആദ്യ പ്രമേയത്തിൻ്റെ അർത്ഥം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം എന്തിനെക്കുറിച്ചാണ് മിണ്ടാതിരുന്നത്? താൻ അനുഭവിച്ച അന്യായത്തെക്കുറിച്ചോ തൻ്റെ മേൽ മറ്റുള്ളവർ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് മിണ്ടാതിരുന്നു, ഇനിമേൽ താൻ മിണ്ടാൻ പോവുകയാണ് എന്നാണോ അദ്ദേഹം പറയുക? പക്ഷേ ഇവിടെ ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവത്തിനെതിരായി ഞാൻ സംസാരിക്കില്ല എന്ന് സങ്കീർത്തകൻ തീരുമാനമെടുത്തിരുന്നു. ജീവിതത്തിലെ കഷ്ടതകളും വേദനകളും സഹിക്കാനാവാത്ത സങ്കടങ്ങളും തന്നെ അലോസരപ്പെടുത്തുമ്പോൾ ഏതൊരു മനുഷ്യനും ദൈവത്തെ ചീത്ത വിളിച്ചു. ദൈവമേ നീ പരിപാലിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനുഷ്യൻ ചോദിച്ചു പോകും. കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് വിളിച്ച് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നിരീശ്വര കവി ദൈവസങ്കല്പങ്ങളെ പരിഹസിക്കുന്നത് നമുക്കറിയാം. ജീവിതത്തിൻ്റെ ഉത്തരം കിട്ടാത്ത സഹനങ്ങളാകുന്ന സമസ്യകൾക്ക് മുൻപിൽ മനുഷ്യൻ ന്യായമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ അങ്ങ് എവിടെയാണ്? വേർ ആർ യു ഗോഡ്? നീ പരിപാലിക്കും. പ്രിയപ്പെട്ട മകൻ ആകസ്മികമായ അപകടത്തിൽ മരിച്ച അമ്മ ചോദിക്കും, ആ കുഞ്ഞിൻ്റെ ശവമഞ്ചത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ചോദിക്കും, എന്നാലും ദൈവമേ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന്. വാസ്തവത്തിൽ ദൈവത്തോട് കോപിക്കാതെ, ദൈവത്തോട് പരാതിപ്പെടാതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ സഹനത്തെ സമീപിക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ ആത്മീയതയിലെ ഒരു വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെക്കുറിച്ചാണ് ഈ ആദ്യ ഭാഗം സംസാരിക്കുക. സങ്കീർത്തകൻ പറയുക, ഞാൻ നാളിതുവരെ എൻ്റെ നാവിനെ നിയന്ത്രിച്ചു, എൻ്റെ സർവേശ്വരനെതിരായിട്ട് ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഞാൻ ഈ സഹനങ്ങളെ കടിച്ചിറക്കി, വേദനകളെ പരാതി കൂടാതെ സ്വീകരിച്ചു. ജീവിതത്തിൻ്റെ തിരിച്ചടികളെ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറാതെ ദൈവമേ എന്ന് വിളിച്ച് ആ തിരുസന്നിധിയിൽ അഭയം പ്രാപിച്ചു നിന്നു. പക്ഷേ എനിക്ക് സഹിക്കാവുന്നതിന് പരിധിയുണ്ട്. എൻ്റെ നിയന്ത്രണം വിട്ടു. ഞാനിനി ദൈവമേ അങ്ങയോട് കലഹിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഇതാണ് സങ്കീർത്തകൻ പറയുന്നത്. വളരെ ആഴമുള്ള ഒരു ആധ്യാത്മികതയിലേക്ക്
ഈ സങ്കീർത്തകൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ ജോബിന് സമാനമായ സങ്കടങ്ങളുണ്ട്. ജോബ് ഒരുവിധം പിടിച്ചു നിന്നു ആദ്യ ഭാഗങ്ങളിലെല്ലാം എന്ന് നമുക്കറിയാം. മക്കളെ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, സർവ്വ ആടുമാടുകളും കൃഷിഭൂമികളും നശിച്ചു, അന്യാധീനമായി, ആരോഗ്യം പോയി, കുഷ്ഠരോഗിയായി, ചാരത്തിലിരുന്ന് ശരീരത്തിൽ മിറിക്കുന്ന പുഴുക്കളെ അകറ്റാൻ ശ്രമിക്കുന്ന ജോബ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ എന്നൊക്കെ ഈ സങ്കീർത്തനത്തിൽ ജോബ് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ സംഭവിച്ചതെന്ത് എന്ന് നമുക്കറിയാം. ഈ സങ്കീർത്തനം അവസാനിക്കുന്നതും സമാനമായ ചില കാഴ്ചപ്പാടുകളോടെയാണ്. ജോബിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തോട് ജോബ് കലഹിച്ച് ചോദിക്കുകയാണ്, ദൈവമേ, അങ്ങ് എന്തിനെ ഈ മനുഷ്യനെ സദാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവനെ, ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങേക്കെന്താണ്? അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉന്നം വെച്ചിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേക്കൊരു ഭാരമായി തീർന്നത്? ജീവിതത്തിൻ്റെ സഹനത്തിൽ കുറേയൊക്കെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ മനുഷ്യൻ പതറും, തളരും. അവന് പിന്നെ ദേഷ്യപ്പെടാൻ, കോപിക്കാൻ, മറ്റുള്ളവരെല്ലാം പാപത്തിന് ന്യായം പറയും. നീ പാപം ചെയ്തതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഈ ദുരന്തം, തകർച്ച. അങ്ങനെ മനസ്സാവാച ജോബ് പാപം ചെയ്തില്ല. എന്നിട്ടും ദൈവം എന്തുകൊണ്ട് തന്നോട് ഇങ്ങനെ ചെയ്തു? ആലോചിച്ച് സഹനത്തിൻ്റെ സങ്കടം സഹിക്കവയ്യാതെ ജോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന പല വചനഭാഗങ്ങളുണ്ട്. 10-ാം അധ്യായം 20-ാം വാചകത്തിൽ ജോബ് വീണ്ടും ദൈവത്തെ കഠിനമായി കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. നീ രാവിലെ തൊട്ട് വൈകുന്നവരെ മനുഷ്യനെ ഇങ്ങനെ നോക്കിയിരിക്കാതെ ദൈവമേ, അവിടുന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യ്, എന്നെ എൻ്റെ വഴിക്ക് സമാധാനത്തിൽ വിട് എന്ന് ജോബ് ദൈവത്തോട് സങ്കടം പറയുന്ന, പ്രതിഷേധിക്കുന്ന രംഗം. സമാനമായുള്ള ഒരു പ്രതിഷേധ സ്വരം വാസ്തവത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗത്തുണ്ട്. ഒരുപക്ഷെ സഹനത്തിൻ്റെ തീവ്രതയെ അവതരിപ്പിക്കാൻ സങ്കീർത്തകൻ ഉപയോഗിക്കുന്ന ഒരു ആഖ്യാന ശൈലിയാണ് ഈ സങ്കടം എന്ന് ന്യായമായി നമുക്ക് ഊഹിക്കാം. മനുഷ്യന് കുറേയൊക്കെ സഹനങ്ങളോട് മാനുഷികമായി പിടിച്ചു നിൽക്കാൻ പറ്റും. അവൻ്റെ ഇച്ഛാശക്തി കൊണ്ട്, അവൻ്റെ ശാരീരിക ക്ഷമത കൊണ്ട്, അവൻ്റെ മനസാക്ഷിയുടെ ബലം കൊണ്ട് ഒക്കെ കുറേയൊക്കെ സഹനങ്ങളിൽ പതറാതെ തളരാതെ പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാൽ സഹനം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആയിക്കഴിയുമ്പോൾ ഏത് മനുഷ്യനും തളരും, നിരാശപ്പെടും, സങ്കടപ്പെടും. എന്തിന് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ന്യായമായും ചോദിച്ചു. ആ ഒരു സത്യത്തെയാണ് സങ്കീർത്തകൻ ഈ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു, എൻ്റെ നിശബ്ദത നിഷ്ഫലമായി, എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു, ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു, ഞാൻ സംസാരിക്കും. സങ്കീർത്തകൻ പറയും. സങ്കീർത്തകൻ സംസാരിക്കാൻ തുടങ്ങും. ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ വിഷമവൃത്തത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ്റെ നേർചിത്രമാണ് ഇവിടെ സങ്കീർത്തകൻ വരച്ചു വയ്ക്കുക. തുടർന്ന് എന്താണ് അദ്ദേഹം സംസാരിക്കുക, അതുകൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കർത്താവേ, അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണ് എന്ന് ഞാൻ അറിയട്ടെ. സഹനത്തിൽ ദൈവത്തിനെതിരായി സംസാരിച്ചു തുടങ്ങുന്ന ഈ സങ്കീർത്തകൻ ചെന്നെത്തുന്നത് വലിയൊരു താത്വിക ദർശനത്തിലേക്കാണ്. ജീവിതത്തിൻ്റെ ക്ഷണികത, അതാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്ന താത്വിക ദർശനം. അത് ജീവിതത്തിൽ സന്തോഷിക്കുന്നവനും സുഖിക്കുന്നവനും ആകട്ടെ, സഹിക്കുന്നവനാകട്ടെ, എല്ലാവരെയും കാത്തിരിക്കുന്ന ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് സങ്കീർത്തകൻ ഉത്തരം തരികയാണ്. അതായത് സഹിക്കുന്ന മനുഷ്യനോടുള്ള സങ്കീർത്തകൻ്റെ ആദ്യ ഉപദേശമാണിത്. ജീവിതം ക്ഷണികമാണ് എന്നറിയുക. നീ എല്ലാ കാലത്തേക്കും ഈ രോഗം സഹിക്കാൻ വിധിക്കപ്പെട്ടവനല്ല. നിന്റെ ജീവിതം ക്ഷണികമാണ്.
അതുകൊണ്ട് നിന്റെ സഹനവും ക്ഷണികമാണ്. അപരൻ സന്തോഷിക്കുകയും സുഖിക്കുകയും ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അവൻ്റെ ജീവിതവും ക്ഷണികമാണ്. ക്ഷണികമായി ജീവിതത്തിൻ്റെ സഹനത്തെ ഓർത്ത് നീ സങ്കടപ്പെടാതെ. ഇതാണ് സങ്കീർത്തകൻ്റെ ആദ്യ ഉത്തരം. ദൈവത്തോടുള്ള പ്രതിഷേധം പോലെ അദ്ദേഹം അവതരിപ്പിച്ചു തുടങ്ങിയിട്ട് അദ്ദേഹം നമ്മുടെ ചിന്തകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വലിയൊരു താത്വിക വലയത്തിലേക്കാണ്. അതായത് ജീവിതം ക്ഷണികമാണ് സഹോദരങ്ങളെ, അതിനാൽ നിങ്ങൾ നിരാശപ്പെടരുത്. നമുക്കറിയാം, ഭരണജ്ഞാനം ക്ലാരമഠത്തിലെ ഒരു കന്യാസ്ത്രീ അമ്മയായിരുന്ന അൽഫോൻസാമ്മ, ആ മഠത്തിൻ്റെ ചായ്പിലെ മുറിയിൽ കിടന്ന ആ കൊച്ചു കന്യാസ്ത്രീയെ ദൈവമായ കർത്താവ് എക്കാലത്തേക്കും സഹിക്കാൻ വിടുവായിരുന്നില്ല. സഹനത്തെ സ്വീകരിച്ചു അവൾ ക്ഷണിക കാലങ്ങളിൽ. ആ സഹനത്തെ അവൾ സ്വീകരിച്ചപ്പോൾ അവൾക്കറിയാം ഈ സഹനം ക്ഷണികമാണ്, ഇതിനപ്പുറത്ത് തന്നെ കാത്തിരിക്കുന്നത് ദൈവവും നിത്യതയുമാണ് എന്ന പരമാർത്ഥം. ഒരുപക്ഷെ സഹനത്തെ സ്വീകാര്യമാക്കുവാൻ, സഹനത്തെ ഭാവാത്മകമായി സമീപിക്കാൻ നമ്മെ ഏറ്റവും സഹായിക്കുന്ന വസ്തുത ഏത് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ, ഈ ലോക ജീവിതത്തിൻ്റെ ക്ഷണികതയും നിത്യജീവിതത്തിൻ്റെ സന്തോഷത്തെയും കുറിച്ചുള്ള ചിന്ത. ഒരുപക്ഷെ സങ്കീർത്തകൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു ദിവ്യമായ ഉത്തരത്തെക്കാളും സഹനത്തെ വിശദീകരിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രമേയമുണ്ടോ എന്നത് സംശയാസ്പദമാണ്. വേറെ ഏത് രീതിയിലും നമുക്ക് സഹനത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് സഹനത്തിൻ്റെ ഉത്തരം പറയാൻ പറ്റിയത്. ഇവിടെ സങ്കീർത്തകൻ പറയുന്നത് ജീവിതത്തിൻ്റെ ക്ഷണികത, ഈ ലോക ജീവിതത്തിലെ ക്ഷണികത. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ സഹനവും സുഖവും ഒരുപോലെ ക്ഷണികമാണ്. പക്ഷേ നമ്മെ കാത്തിരിക്കുന്ന നിത്യജീവിതമോ അത് സൗഭാഗ്യപൂർണ്ണം. ആ ക്ഷണികതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോവുക. മനുഷ്യജീവിതം എത്രയോ അങ്കുലി പരിമിതം. എൻ്റെ ജീവിതകാലം അങ്ങയുടെ മുമ്പിൽ ശൂന്യപ്രായമായിരിക്കുന്നു. മനുഷ്യനൊരു നിശ്വാസം മാത്രം. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കാറ്റാണ്, സങ്കീർത്തകൻ പറയും. സങ്കീർത്തകൻ ഇതേ ആശയം ഒരുപാട് സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് പോയാൽ 62-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ഇതേ ആശയം പറയുന്നുണ്ട്. ദൈവമേ, മനുഷ്യനൊരു നിശ്വാസവായു മാത്രം. അതായത് ജീവിതത്തിൻ്റെ ക്ഷണികതയെ സൂചിപ്പിക്കുന്ന ബൈബിൾ പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് മണ്ണുകൊണ്ട് മനുഷ്യൻ്റെ രൂപം മെനഞ്ഞെടുത്ത ശേഷം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു എന്ന് പറയും. എപ്പോൾ ദൈവം ഈ ജീവശ്വാസത്തെ പിൻവലിക്കുന്നുവോ അപ്പോൾ തീർന്നു മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് മനുഷ്യ, നീ ഇങ്ങനെ നിലവിളിക്കാനും കരയാനും ഇറങ്ങുന്നതിന് മുമ്പേ ചിന്തിച്ചു തുടങ്ങുക, നിൻ്റെ ഈ ജീവിതം, നിൻ്റെ ഉള്ളിലെ ഈ സജീവത, ഈ ജീവൻ, അത് ആത്യന്തികമായി നിന്നിലെ ദൈവസാന്നിധ്യം തന്നെ. ദൈവം എന്നെ കൈവിട്ട്, ദൈവം എന്നെ ഉപേക്ഷിച്ച് എന്നുള്ള ചിന്തയ്ക്ക് ജീവനുള്ളപ്പോൾ പ്രസക്തിയില്ല എന്നാണ് സങ്കീർത്തകൻ്റെ ഭാഷ. കാരണം എന്താണ്? എൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ ചൂടുള്ള ജീവൻ നിശ്വാസമാണ് എൻ്റെ ജീവൻ. ആ അർത്ഥത്തിൽ സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യമാണ്. ഈ ജീവനുള്ളത് കൊണ്ടാണ് എനിക്ക് ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നത്. ഈ ജീവനുള്ളത് കൊണ്ടാണ് ഞാൻ മാനസികമായി സങ്കടം അനുഭവിക്കുന്നത്. ഈ ജീവനുള്ളത് കൊണ്ടാണ് എൻ്റെ എല്ലാ സഹനങ്ങളും. അതുകൊണ്ട് സഹനത്തിൽ ദൈവം എന്നെ കൈവിട്ടു എന്ന് ഞാൻ ചിന്തിക്കരുത്. മറിച്ച് ഈ സഹനത്തെയും ദൈവ സാന്നിധ്യത്തെയും ഒരുപോലെ ചേർത്ത് വെച്ച് മനസ്സിലാക്കാനുള്ള ഒരു വലിയ ദർശനമാണ് സങ്കീർത്തകൻ രണ്ടാമതായി പറഞ്ഞു വയ്ക്കുക. വലിയൊരു ചിന്താ വലയത്തിലേക്കാണ് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ജീവനും സഹനവും എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യവും സഹനവുമാണ്. മനുഷ്യനെ ദൈവം കൈവിട്ടതല്ല, ഉപേക്ഷിച്ചതല്ല, മറിച്ച്
ഈ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്ന ജീവൻ എൻ്റെ ഒപ്പമുള്ള കാലത്തോളമേ ഞാൻ സഹിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സഹനവും ദൈവ സാന്നിധ്യവും പരസ്പര വിരുദ്ധമായ വസ്തുതകളല്ല. ഇവ രണ്ടും സമഞ്ജസമായി ഒത്തുപോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന വസ്തുതയാണ് സങ്കീർത്തകൻ തുടർന്ന് സംസാരിക്കുക. വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ്, നാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ഇതെല്ലാം നമ്മൾക്ക് തന്നെ സന്തോഷിക്കാനും അനുഭവിക്കാനുമാണ് എന്ന് വിചാരിക്കരുത്. സങ്കീർത്തകൻ തുടർന്ന് ചോദിക്കുകയാണ്, മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. വാസ്തവത്തിൽ സഹനത്തിൻ്റെ മൂന്നാമത്തെ ഒരു ഉത്തരവാണ് അവിടെ തരിക. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ആത്യന്തികമായി വരും തലമുറയ്ക്ക് ഒരു കരുതൽ ശേഖരമായി അനുഗ്രഹമായി മാറുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുടുംബത്തിലെ ഒരു കാർന്നോര് രാവിലെ മുതൽ വൈകുന്നവരെയും എല്ലുമുറിയെ പണിയെടുക്കുന്നു. അദ്ദേഹം പറമ്പ് ദേഹണ്ണിക്കുന്നു, സർവ്വവിധ സംവിധാനങ്ങൾ ഒരുക്കുന്നു. അതിൻ്റെ ഒന്നും ഫലവും സന്തോഷവും അനുഭവിക്കാൻ ആ മനുഷ്യന് ജീവിതകാലത്ത് പറ്റിയാൽ, അദ്ദേഹം ഒരു 100 ഏക്കർ പറമ്പ് സ്വന്തമാക്കി ദേഹണ്ണിച്ച് അധ്വാനിച്ച് രൂപപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളാണ്, അല്ലെ മക്കളുടെ മക്കളിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ നോക്കുക, എല്ലാം എനിക്ക് തന്നെ അനുഭവിക്കാനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അബദ്ധം സംഭവിക്കുക. ഭോഷനായ ധനികൻ്റെ കഥയിൽ പറയുന്നത് പോലെ, എൻ്റെ ആത്മാവെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എന്തെന്നാൽ അനേക വത്സരങ്ങളിലേക്ക് വേണ്ടത് നീ സമ്പാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? എൻ്റെ അറപ്പുര പൊളിക്കും, കൂടുതൽ വലിയവ പണിയും, കൂടുതൽ തിന്നും, കൂടുതൽ കുടിക്കും, കൂടുതൽ ആസ്വദിക്കും, കൂടുതൽ സന്തോഷിക്കും എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ പിന്നെ നീ സമ്പാദിച്ചതല്ല ആർക്കാണ്? താൻ അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം തനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് സഹനം അർത്ഥശൂന്യമാകുന്നത്. സങ്കീർത്തകൻ പറയുന്നു, എന്തുകൊണ്ടാണ് നിനക്ക് ചിന്തിക്കാൻ പാടില്ലാത്തത്? വരും തലമുറയ്ക്ക് വേണ്ടി ഉള്ള കരുതൽ നിക്ഷേപമാണ് നിന്റെ സഹനങ്ങളെന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സഹനത്തിൻ്റെ വലിയ അർത്ഥതലങ്ങളിലേക്ക് സങ്കീർത്തകൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സങ്കീർത്തകൻ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു വാചകം വാസ്തവത്തിൽ പറയുന്നു. പാപം ചെയ്തിട്ടുള്ള സഹനമാകുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഒരു വ്യക്തി പാപം ചെയ്തതിൻ്റെ ഫലമായി ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രിയങ്കരങ്ങളായ വ്യക്തികളെ, വസ്തുക്കളെ, അവസ്ഥകളെ, സാഹചര്യങ്ങളെ എല്ലാം ദൈവം ഒരു കീടത്തെ പോലെ അവനിൽ നിന്ന് അകറ്റി നശിപ്പിച്ച് കളയുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ അത് പാപത്തിന് ദൈവം തരുന്ന ശിക്ഷയുടെ വലിപ്പം എന്നുള്ളതിനേക്കാൾ ഉപരി പാപത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി ആ വചനത്തെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ ആ സങ്കീർത്തനം തരുന്ന ദൈവശാസ്ത്ര പ്രമേയത്തിൻ്റെ സമഗ്രത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തകൻ വീണ്ടും അനവധി വസ്തുതകളിലേക്ക് അവസാന ഭാഗത്ത് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ ഭൂമിയിൽ നമ്മളെല്ലാം പരദേശികളാണ്, അതിഥികളാണ്. കാരണം എന്താ? ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത് പോലെ ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. നാം എല്ലാം ഈ ഭൂമിയുടെ യഥാർത്ഥ അധിനാഥൻ ദൈവമാണ്. നമ്മൾ കുറച്ചു കാലത്തേക്ക് ഈ ഭൂമിയിൽ വന്ന് അതിഥികളെ പോലെ, പരദേശികളെ പോലെ വസിച്ച് നാം ദൈവസന്നിധിയിലേക്ക് തിരികെ പോകേണ്ടവർ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ നേട്ടങ്ങളും പരമലക്ഷ്യങ്ങളും ആർജിക്കേണ്ടത് എന്ന അബദ്ധചിന്ത പാടില്ല എന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. ഒരുപക്ഷെ ദൈവത്തിനെതിരെ ജോബിനെ പോലെ, ജെറമിയായെ പോലെ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന മട്ടിൽ പറഞ്ഞു തുടങ്ങിയ ഈ സങ്കീർത്തകൻ ആത്യന്തികമായി നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ആധ്യാത്മികതയുടെ
സഹന ദർശനത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്കാണ് എന്ന സത്യം നമുക്ക് ഓർക്കാം. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പാഠങ്ങൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.